എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ കുറെ ദിവസമായിട്ട് കുറെ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിന്റെ തുടർ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും ഒക്കെ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നോക്കിയ ഒന്നാമത്തെ പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടീച്ചർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോടൊപ്പം വായിക്കണം. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, കുരുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഓലകൾ, തണൽ, നാരുകൾ എന്നിങ്ങനെ പലതും നൽകുന്ന സസ്യങ്ങൾ പല വിധത്തിലും മനുഷ്യന് വിലപ്പെട്ടതാകുന്നു. അവർ കുത്തനെയുള്ള സൂര്യപ്രകാശത്തെ തടഞ്ഞോ, എന്താ ചെയ്യുന്നത്? അവർ കുത്തനെയുള്ള സൂര്യപ്രകാശത്തെ തടഞ്ഞോ അല്ലെങ്കിൽ അതിന്റെ രശ്മികളെ അരിച്ചെടുത്തോ തണുത്ത തണൽ സ്ഥലങ്ങൾ നൽകുന്നു. അത് കാറ്റിന്റെ തീവ്രതയും ദിശയും നിയന്ത്രിക്കുന്നു. അവ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പ്രദാനം ചെയ്ത് പരിസരത്തെ ആരോഗ്യപ്രദമാക്കുന്നു. അവ അന്തരീക്ഷത്തിലേക്ക് ഈർപ്പം പുറപ്പെടുവിച്ച് നമ്മുടെ പരിസരത്തെ സുഖപ്രദമാക്കുന്നു. നമ്മുടെ അടുത്തേക്ക് എത്തുന്ന പുകയും പൊടിപടലവും അവ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ ഹാനികരമായ പല വാതകങ്ങളെയും വലിച്ചെടുക്കുകയും വായുവിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. 500 സ്ക്വയർ മീറ്ററുള്ള ഒരു ഹരിത ഭൂപ്രദേശം ഒരു വലിയ നഗരത്തിലും വ്യവസായ പ്രദേശത്തുമുള്ള സൾഫർ ഡൈ ഓക്സൈഡിന്റെയും നൈട്രിക് ഓക്സൈഡിന്റെയും അളവ് 70% കുറയ്ക്കുമെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും സസ്യങ്ങൾ നൈസർഗികവും ചിലവില്ലാത്തതുമായ എയർ കണ്ടീഷനുകളായി പ്രവർത്തിക്കുന്നു. കണ്ടല്ലോ പാരഗ്രാഫ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നിങ്ങൾ വായിക്കണം. അപ്പം ഈ പാരഗ്രാഫിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 5 ക്വസ്റ്റ്യൻസിനകത്തും എന്തുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഉത്തരം എവിടെ നിന്ന് കിട്ടും? നിങ്ങളുടെ പാരഗ്രാഫിൽ തന്നെ നിങ്ങളുടെ ആൻസർ ഇരിപ്പുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾക്ക് സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല. നമുക്ക് എന്ത് കിട്ടുന്നില്ല? നമ്മൾക്ക് ഡാഷ് സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഓപ്ഷൻ എ നോക്കിയേ, ഗോതമ്പ്. ഓപ്ഷൻ ബി മാങ്ങ. ഓപ്ഷൻ സി ബദാം. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല, ലഭിക്കാത്ത കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ നോക്കിയേ, ഗോതമ്പ്. നമുക്ക് സസ്യങ്ങളിൽ നിന്നല്ലേ ഗോതമ്പ് ലഭിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നോക്കിയേ, മാങ്ങ. സസ്യങ്ങളിൽ നിന്നല്ലേ മാങ്ങ ലഭിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. സി നോക്കിയേ, ബദാം. ആണോ? അല്ല. ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എങ്ങനെയാണ് സസ്യങ്ങൾ തണുപ്പും തണലുമുള്ള സ്ഥലങ്ങൾ നൽകുന്നത്? എന്താണ്? എങ്ങനെയാണ് സസ്യങ്ങൾ തണുപ്പും തണലുമുള്ള സ്ഥലങ്ങൾ നൽകുന്നത്? നമ്മൾ പാരഗ്രാഫിൽ വായിച്ചില്ലായിരുന്നോ? എങ്ങനെയാണ് നൽകുന്നത്? നോക്കിയേ. ഓപ്ഷൻ എ നോക്കിയേ, സൂര്യന്റെ കുത്തനെയുള്ള പ്രകാശം തടഞ്ഞ്. ഓപ്ഷൻ ബി നോക്കിയേ, കാറ്റിന്റെ ദിശ നിയന്ത്രിച്ച്. ഓപ്ഷൻ സി നോക്കിയേ, പൊടിയും പുകയും ഇല്ലാതാക്കി. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിച്ചിട്ട്. എങ്ങനെയാണ്? ഓപ്ഷൻ എ നോക്കിയേ, സൂര്യന്റെ കുത്തനെയുള്ള പ്രകാശത്തെ തടഞ്ഞാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സസ്യങ്ങൾ തണുപ്പും തണലുമുള്ള സ്ഥലങ്ങൾ നൽകുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ വായിച്ചതല്ലേ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ ഒന്നാണ്. എന്താണ്? സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ ഒന്നാണ്. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് പ്രയോജനപ്പെട്ട നോക്കിയേ. ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഓപ്ഷൻ ബി നോക്കിയേ, വായു ശുദ്ധമാക്കുന്നു. ഓപ്ഷൻ സി, അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്നു. ഓപ്ഷൻ ഡി, ചൂടുള്ളതും തുറസായതുമായ സ്ഥലങ്ങൾ നൽകുന്നു. അല്ലെ, നമുക്ക് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ബി, വായു ശുദ്ധമാക്കുന്നു. അല്ലെ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, വായുവിനെ ശുദ്ധമാക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
പരിസരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പരിസരം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓപ്ഷൻസ് നോക്കിയേ. എ സസ്യങ്ങൾ, ബി സുഖപ്രദം, സി അവസ്ഥകൾ, ഡി ചുറ്റുപാടുകൾ. എന്താ കണ്ടുപിടിക്കേണ്ടത്? പരിസരം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ നോക്കിയേ. സസ്യങ്ങൾ ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ തെറ്റ്. ബി സുഖപ്രദം ആണോ? ഓപ്ഷൻ ബി ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റ്. അവസ്ഥകൾ ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റ്. ചുറ്റുപാടുകൾ. ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിസരങ്ങൾ എന്നല്ലേ? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. കണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വാതകമല്ലാത്തത്. നമുക്ക് കുറെ വാതകങ്ങൾ അറിയാം അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ താഴെ തന്നിരിക്കുന്നവയില് വാതകമല്ലാത്തവയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ഓക്സിജൻ, ബി കാർബൺ ഡൈ ഓക്സൈഡ്, സി സൂര്യപ്രകാശം, ഡി നൈട്രിക് ഓക്സൈഡ്. 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാതകം അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ നോക്കിയേ. ഓക്സിജൻ ഒരു വാതകമാണ്. നമുക്ക് പക്ഷെ അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ബി നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വാതകമല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്? അപ്പോൾ ഓപ്ഷൻ ബി അല്ല. സി സൂര്യപ്രകാശം. സൂര്യപ്രകാശം ഒരു വാതകമാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ? നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. ആ പാരഗ്രാഫിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി വായിക്കണം. അതിനുശേഷം 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നിങ്ങളുടെ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്കിനി രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് കിടക്കാം. അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ചെയ്തു. ഇത് നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് കിടക്കാം. നോക്കിയേ. ടീച്ചർ വായിക്കാൻ പോവുകയാണ്, നിങ്ങളും വായിക്കണം. ഒരിക്കൽ ഒരിടത്ത് ദയാശീലനായ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. ആരാ ഉണ്ടായിരുന്നത്? ദയാശീലനായ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അയാൾ മൃഗങ്ങളെയും പക്ഷികളെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ആ കർഷകൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ വഴിയിൽ ഒരു മുറിവേറ്റ പാമ്പിനെ അയാൾ കണ്ടു. എന്തിനെ കണ്ടു? മുറിവേറ്റ ഒരു പാമ്പിനെ കണ്ടു. എവിടെ വെച്ചാ കണ്ടത്? റോഡരികിൽ, വഴിയരികിൽ വെച്ചാണ് പാമ്പിനെ കണ്ടത്. ഏതോ കാളവണ്ടി അതിന്റെ മുകളിൽ കൂടി കയറി ഇറങ്ങിയതായിരുന്നു. അതിന്റെ മുറിവുകളിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ പാമ്പിനെ പതുക്കെ ഒരു തുണിയില് പൊതിഞ്ഞെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടിയതിനു ശേഷം അതിന് പാല് വാങ്ങുന്നതിന് വേണ്ടി അയാൾ ചന്തയിലേക്ക് പോയി. അപ്പൊ ആർക്ക് പാല് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ചന്തയിലേക്ക് പോയത്? മുറിവേറ്റ പാമ്പിന് പാല് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ദയാശീലനായ കർഷകന് പോയതല്ലേ. തിരിച്ചു വരുമ്പോൾ ആ പാമ്പിന് ബോധം വന്നതായി അയാൾ കണ്ടു. അയാളെ കണ്ട ഉടനെ ആ പാമ്പ് ദേഹത്തേക്ക് ചാടി. ആ കർഷകൻ അത്തരമൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അയാൾ രക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരാളുടെ സഹജ ഗുണം എന്താണ്? സഹജ ഗുണം മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടല്ലോ, പാരഗ്രാഫ് കണ്ടല്ലോ. എളുപ്പമുള്ളൊരു പാരഗ്രാഫ് അല്ലേ നമ്മൾ വായിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി വായിക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ. ഒരാളുടെ ഡാഷ് മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് മാറ്റുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ പേര്, ഓപ്ഷൻ ബി വീട്, ഓപ്ഷൻ സി സഹജ സ്വഭാവം, ഓപ്ഷൻ ഡി അഭിപ്രായം. അല്ലെ, 4 ഓപ്ഷൻസ് ഇല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഒരാളുടെ ഡാഷ് മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് മാറ്റുന്നതാണ് ബുദ്ധിമുട്ടെന്നാണ് കർഷകൻ പറഞ്ഞത്? നമ്മുടെ പാരഗ്രാഫിൽ തന്നെ ഇല്ലായിരുന്നോ? ഓപ്ഷൻ എ നോക്കിയേ. പേര്. പേരാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ തെറ്റ്. ഓപ്ഷൻ ബി വീട് ആണോ? വീടാണോ? അല്ല. ഓപ്ഷൻ ബിയുമല്ല. സി സഹജ സ്വഭാവം. ഒരാളുടെ എന്ത് മാറ്റുന്നതാണ്? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് മാറ്റുന്നത്. ഒരാളുടെ സഹജ സ്വഭാവം മാറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കയ്യേറ്റം എന്നതിന് തുല്യമായ പദം ഗദ്യഭാഗത്തിൽ നിന്നും കണ്ടെത്തിയതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കയ്യേറ്റം. കയ്യേറ്റം എന്നതിന് തുല്യമായ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കിയേ. എ ആക്രമണം, ബി പണം, സി മുറിവ്, ഡി സ്വഭാവം. അല്ലെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കയ്യേറ്റം. അല്ലെ, കയ്യേറ്റം.
ഓപ്ഷൻ എ നോക്കിയേ, ആക്രമണം. കയ്യേറ്റം ചെയ്യാന്ന് പറയുമ്പോ എന്താണ്? ആക്രമിക്കുക അല്ലെ, ആക്രമണം ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയത്തില്ലേ, കണ്ടില്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആ കർഷകൻ മൃഗങ്ങളെ പരിപാലിച്ചു. എന്തുകൊണ്ടെന്നാൽ അയാൾ. എന്തുകൊണ്ടായിരുന്നു ആ കർഷകൻ മൃഗങ്ങളെ പരിപാലിച്ചത്? നമ്മൾ വായിച്ചില്ല നമ്മുടെ പാരഗ്രാഫില്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ സ്നേഹമുള്ള ആളായിരുന്നു, ബി ദയയുള്ള ആളായിരുന്നു, സി ഒരു ഗ്രാമീണനായിരുന്നു, ഡി ബുദ്ധിമാനായിരുന്നു. ആരായിരുന്നു ആ കൃഷിക്കാരൻ അല്ലെങ്കിൽ ആ കർഷകൻ എന്ന് പറയുന്നത്? എ സ്നേഹമുള്ള ആളായിരുന്നു. അയാൾ ഒരു സ്നേഹമുള്ള ആളായിരുന്നു. പക്ഷെ നമ്മുടെ പാരഗ്രാഫിൽ അതാണോ ആൻസർ? അല്ല. ഓപ്ഷൻ ബി നോക്കിയേ, ദയയുള്ള ആളായിരുന്നു ആ കൃഷിക്കാരൻ എന്നല്ലേ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സിയും ഡിയും തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഓപ്ഷൻ ബി ദയയുള്ള ആളായിരുന്നു ആ കൃഷിക്കാരൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കർഷകൻ പരിക്കേറ്റ പാമ്പിനെ കണ്ടത് എവിടെ വെച്ചായിരുന്നു? കർഷകൻ പരിക്കേറ്റ പാമ്പിനെ കണ്ടത് നമ്മൾ പറഞ്ഞില്ലേ, എവിടെ വെച്ചായിരുന്നു? റോഡരികിൽ വെച്ചായിരുന്നു. ഓപ്ഷൻസ് നോക്കിയേ, ഉത്തരം അതിലുണ്ടോ നോക്കിയേ. ഓപ്ഷൻ എ റോഡരികിൽ, ബി കാട്ടിൽ, സി സ്വന്തം വീട്ടിൽ, ഡി കാളവണ്ടിയില്. എവിടെ വെച്ചായിരുന്നു കണ്ടത്? ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റോഡരികിൽ വെച്ചായിരുന്നു മുറിവേറ്റ പാമ്പിനെ കൃഷിക്കാരൻ കണ്ടിരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റ്, സിയും ഡിയും തെറ്റായിട്ടുള്ള ആൻസർ ആണ്. റോഡരികിൽ വെച്ചാണ് മുറിവേറ്റ പാമ്പിനെ കണ്ടതും അയാള് വീട്ടിലേക്ക് ആ പാമ്പിനെ എടുത്തുകൊണ്ട് വന്നതും ഒക്കെ ചെയ്തല്ലേ. അടുത്ത ഈ പാരഗ്രാഫിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ പാരഗ്രാഫിൽ ഉള്ളത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കർഷകൻ ചന്തയിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കർഷകൻ ചന്തയിലേക്ക് പോയത്? നമ്മൾ വായിച്ചില്ല നമ്മുടെ പാരഗ്രാഫില്. കർഷകൻ ഒരു ദയുള്ള മനുഷ്യനായിരുന്നു, മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. റോഡരികിൽ വെച്ച കണ്ട ഒരു പാമ്പിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരികയും ആ പാമ്പിന് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചന്തയിൽ പോയത്? നോക്കിയേ, കർഷകൻ ചന്തയിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നോക്കിയേ, ഓപ്ഷൻസ് നോക്കിയേ. പാല് കൊണ്ടുവരുന്നതിന്, ബി മരുന്ന് കൊണ്ടുവരുന്നതിന്, സി ഒരു കഷ്ണം തുണിക്ക് വേണ്ടി, ഡി ഡോക്ടറെ വിളിക്കുന്നതിന്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓപ്ഷൻ എ പാല് കൊണ്ടുവരുന്നതിന്. ആർക്ക് പാല് കൊണ്ടുവരുന്നതിന്? മുറിവേറ്റ ആ പാമ്പിന് പാല് വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കർഷകൻ ചന്തയിലേക്ക് പോയിരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. കണ്ടോ, നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോയതെന്ന് എല്ലാവരും കണ്ടില്ലേ? അപ്പം വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം എന്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.